ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും തിരുവചനത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. 63 സങ്കീർത്തനം 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 63-7ഉം 8ഉം. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഹോഷിച്ച് ആനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം, ദാവീദ് യഹൂദ മരുഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നോക്കി പാടുന്ന വരികളാണ് 63 സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം വായിച്ച 2 വാക്യങ്ങൾക്കകത്ത് ദാവീദ് തന്റെ ഹൃദയത്തിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ആഴമായ ദൈവാശ്രയ ബോധത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് പറയുന്നത്, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. ആമേൻ. പ്രിയരെ, സഹായമായി തീരുന്നൊരു ദൈവമുണ്ട്. എപ്പോഴാ ഒരു മനുഷ്യന് സഹായം ആവശ്യമുള്ളത്? കയ്യിലുള്ളതോ അല്ലെങ്കിൽ പ്രാപ്തിക്കോ ജയിച്ച് കയറി വരുവാൻ കഴിയാതിരിക്കുമ്പോൾ ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിച്ചു പോകും. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരോടും ഞാനൊരു ആലോചന പറയാം. നമ്മുടെ മരുഭൂമികളിൽ, ഒറ്റപ്പെടലുകളിൽ, ഇല്ലായ്മകളിൽ, ഏകാന്തതകളിലൊക്കെ സഹായമായി തീരുന്ന ഒരു മഹാദൈവമുണ്ട്. ലോകത്തിൽ ആരെല്ലാം നമ്മോടൊപ്പം ഉണ്ടെങ്കിലും, എല്ലാം നന്നായി നടക്കുമ്പോൾ, എല്ലാം സന്തോഷമായിരിക്കുമ്പോൾ അടുത്തു വരുവാനും ചേർന്ന് നിൽക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ജയ് വിളിക്കാനും ഒക്കെ വലിയൊരു കൂട്ടർ നമ്മോടൊപ്പമുണ്ട്. എന്നാൽ മരുഭൂമിയുടെ അനുഭവങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏകാന്തത നമ്മെ പിടിക്കുവാനായി തുടങ്ങും. ആരുമില്ലാത്ത അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ യഹൂദ മരുഭൂമിയിൽ ഇരിക്കുന്ന കാലത്ത് ദാവീദ് പാടിയ പാട്ടിൻ്റെ വരിയാണ്, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, ഏതിടത്തും സഹായമായി തീരുന്നൊരു ദൈവമുണ്ട്. ഭയാനകമായ പ്രതിസന്ധികളെ നിങ്ങൾ അഭിമുഖീകരിക്കുകയാണോ? ആരുമില്ല എന്നുള്ള ഹൃദയവേദന അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? മരുഭൂമിക്ക് തുല്യമായ അനുഭവങ്ങളിലൂടെ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് മുൻപിലേക്ക് കടന്നു പോവുകയാണോ? ദാവീദ് പറയുന്നു, ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ എനിക്ക് സഹായമായി തീർന്ന ഒരു ദൈവമുണ്ടെന്ന്. നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് സഹായമായി തീർന്നാൽ എത്ര വലിയ പ്രതിസന്ധിയും ജയിച്ചു മുന്നേറുവാൻ നമുക്ക് കഴിയും. ആരാണോ നമ്മെ സഹായിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും നമ്മുടെ നാളുകളുടെ നിലനിൽപ്പ്. കരുത്തും ശക്തിയും ജ്ഞാനവും അറിവും സർവശക്തനും ആയവൻ നമ്മെ സഹായിച്ചാൽ ഒന്നിനും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതാണ് ദാവീദ് ഇവിടെ പറയുന്നത്, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. അടുത്ത പദം, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഹോഷിച്ചാനന്ദിക്കും. ദാവീദ് ആലങ്കാരികമായിട്ട് പറയുകയാണ്, ദൈവമേ, ഒരു പക്ഷി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നത് പോലെ, ശത്രു വരുമ്പോൾ കോഴി തൻ്റെ കുഞ്ഞു കോഴികളെ ചിറവിൻ്റെ ഉള്ളിലാക്കി സംരക്ഷിക്കുന്നത് പോലെ
എൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ചിറക് വിശാലമാണ്, അത്ഭുതമാണ്. പുറത്ത് ശത്രു ഉണ്ടെങ്കിലും വെളിയിൽ പ്രതികൂലമുണ്ടെങ്കിലും ഈ ചിറകിൻ്റെ ഉള്ളിൽ, ദൈവിക സംരക്ഷണത്തിനുള്ളിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പുറത്തോട്ട് നോക്കി കരയുമെന്നല്ല, ആ ചിറകിൻ്റെ ഉള്ളിൽ ഞാൻ ഹോഷിച്ച് ആനന്ദിക്കും. ഈ പ്രഭാതത്തിൽ ഇത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപിലും പിറകിലും വശങ്ങളിലും മുകളിലുമെല്ലാം ശത്രു വെല്ലുവിളികൾ മുഴക്കി ഉണ്ടെങ്കിലും ഒരമ്മ കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ ഒരു കുഞ്ഞു കോഴി സംരക്ഷിക്കപ്പെടുന്നത് പോലെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിന്റെ ചിറകിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമെന്നല്ല, ആ ചിറകിൻ്റെ മറവ് എനിക്ക് ആനന്ദത്തിൻ്റെ ഇടമായി തീരും. അഥവാ ചിറകിൻ നിഴലിൽ ഞാൻ ഹോഷിച്ച് ഉല്ലസിക്കും. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും മറയാൻ ഒരു മറവിടമുണ്ട് എന്നുള്ളതാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യാശ. ശത്രു എത്ര വലിയവനാണെങ്കിലും ഒളിക്കാൻ ഒരു ഒളിപ്പിടമുണ്ട് എന്നുള്ളതാണ് ദൈവമക്കളുടെ ആനന്ദത്തിന് കാരണം. ശത്രുവിന് കടന്നു കയറി പിടിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിൽ വിശാലവും ദൃഢവുമായ ചിറകിൻ്റെ ഉള്ളിലാണ് ദൈവപൈതൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ബലത്തിനും കരുത്തിനും കാരണം. ഈ വാക്യം അതാ എഴുതിയിരിക്കുന്നത്, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ്റെ നിഴലിൽ ഞാൻ കയറിയിരിക്കുമെന്നല്ല, ഹോഷിച്ചാനന്ദിക്കും. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ സ്ഥിതികൾ മാറി തുടങ്ങുന്ന പകലായി തീരട്ടെ. അടുത്ത വാക്യം പറയുന്നത്, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. അപ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും, ഇരിക്കുന്നത് മരുഭൂമിയിലാണെങ്കിലും, എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയം നിന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നു. എത്ര പേർക്ക് രാവിലെ പറയുവാനായി കഴിയും? കണ്ണിൻ്റെ മുൻപിൽ ധാരാളം ആവശ്യങ്ങളുണ്ട്, ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്, ആകുലപ്പെടുത്തുന്ന കാര്യങ്ങൾ മുൻപിലുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ എൻ്റെ ഹൃദയം, എൻ്റെ ചിന്തകൾ, എൻ്റെ നിലവുകൾ അതിൻ്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്നു. മരുഭൂമിയിലിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. ഈ മരുഭൂമിയിലെ ഇല്ലായ്മയല്ല ഞാൻ കാണുന്നത്, ഈ മരുഭൂമിയിൽ തളർന്നു പോകുന്ന അനുഭവങ്ങളെ അല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, ആഴങ്ങളിൽ നിന്ന് ദൈവവുമായി അറ്റുപോകാത്തൊരു ബന്ധത്തിൻ്റെ അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. ആമേൻ. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. പ്രിയരെ, താങ്ങാൻ ആരുമില്ലാതെ, കൈക്ക് പിടിക്കാൻ ആരുമില്ലാതെ വേദനയോടെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് വിശ്വസിക്കാമോ? താങ്ങുന്നൊരു വലങ്കരമുണ്ട്. എവിടെയാ? ഓടി 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 കാലുകൾ കുഴഞ്ഞു പോകുമ്പോൾ, ഉച്ചസൂര്യൻ്റെ വെയിലേറ്റ് തൊണ്ട വരണ്ടു പോകുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ, സ്വപ്നങ്ങൾ തകരുമ്പോൾ, യഹൂദ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ, ഈ വാക്യത്തിനകത്ത് സധൈര്യം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കാത്ത, പ്രതികൂലങ്ങൾക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്ത, പ്രശ്നങ്ങൾക്ക് ഒലിപ്പിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്ത ബലമുള്ളൊരു കരം താങ്ങുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയരെ, ദൈവം നമ്മെ താങ്ങിയാൽ തള്ളിയിടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കള്ള സഹോദരന്മാരും കള്ളവേലക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒരുമിച്ച് കൂടി തള്ളിയിടുന്നതിന് വേണ്ടി കള്ളക്കഥകൾ പറഞ്ഞു വരത്തിയാൽ വിശ്വസിക്ക്, ഈ രാവിലെ ബലമുള്ള ദൈവത്തിൻ്റെ കരം താങ്ങുക തന്നെ ചെയ്യും. തള്ളിയവർ തകർച്ച കാണുവാൻ ഇഷ്ടപ്പെടുമ്പോൾ താങ്ങുന്ന ദൈവകരത്തിൻ്റെ മാധുര്യത അനുഭവിക്കുവാൻ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മെ ബലപ്പെടുത്തും. 4 ഭാഗത്തും നിന്ന് ഒരുപോലെ തള്ളിയിടുന്നതിന് വേണ്ടി കൊതിച്ച് അവസരം കാത്തിരിക്കുന്ന ശത്രുവിൻ്റെ ശക്തികളുണ്ടെങ്കിൽ ഈ രാവിലെ വിശ്വസിക്കാമോ?
ബലമുള്ള ദൈവത്തിൻ്റെ വലം കൈ താങ്ങുന്നു എന്ന്. ദൈവം നമ്മെ താങ്ങിയാൽ അതിൻ്റെ അപ്പുറം ഒന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടാനില്ല. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ നമുക്കും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഒരു പക്ഷേ മരുഭൂമിയിലൂടെ ആകാം ജീവിതയാത്ര നയിക്കുന്നത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുദിനം ജീവിതത്തിൽ വരുന്നുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. എവിടെയാണെന്നറിയാമോ? യഹൂദ മരുഭൂമി. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കും. നിന്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ കയറിയിരുന്ന് കുറച്ചു കാലം ജീവിച്ചു പോകുമെന്നല്ല, ആനന്ദത്തോടെ ശിഷ്ടയായുസ് കഴിക്കാൻ ഈ മരുഭൂമി യാത്രയിൽ മറഞ്ഞിരിക്കാൻ ഒരു ചിറകെനിക്കുണ്ട്. മൂന്നാമത്തെ കാര്യം പറയുന്നു, ഞാനിരിക്കുന്നത് മരുഭൂമിയിലാണെങ്കിലും എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. ഇവിടെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. അടുത്ത പദം പറയുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. ലോകത്തിൽ ഒരു ശക്തിക്കും എന്നെ തള്ളി താഴെയിടുവാൻ കഴിയത്തില്ല. കാരണം എന്നെ തള്ളും നഗരത്തെക്കാൾ ബലമുള്ളൊരു കരം എന്നെ താങ്ങാൻ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇന്ന് പകൽ ഈ തിരുവചനത്തിൻ്റെ നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ ദിവസം അനുഗ്രഹത്തിന്, നന്മയ്ക്ക്, ദൈവകൃപയ്ക്ക് കാരണമായി തീരട്ടെ. പൊന്നുകരം അനുകൂലമായി നീട്ടുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.